നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിനകത്ത് നിന്നുള്ള വാർത്തകൾ വളരെ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഡാനി കർവാഹലിൻ്റെ കാര്യമാണ്, പിന്നെ അലാബയുടെ കാര്യം, കമവിംഗയുടെ കാര്യം. പല താരങ്ങളുടെയും കാര്യത്തിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. കർവാഹലിന് പ്ലെയിങ് ടൈം കിട്ടണം, അദ്ദേഹം ഇപ്പോൾ ഫുള്ളി ഫിറ്റാണ്, കളിക്കാതിരുന്നാൽ തൻ്റെ വേൾഡ് കപ്പ് സ്പോട്ട് അവതാളത്തിലാകുമെന്ന് അദ്ദേഹത്തിന് ആവലാതിയുണ്ട്. ഡേവിഡ് അലാബക്ക് പ്ലെയിങ് ടൈം ഒരു വിഷയമായിട്ട് അദ്ദേഹം ഇപ്പോൾ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ വിഷയങ്ങൾ റയൽ മാഡ്രിഡിൻ്റെ അകത്ത് നിന്ന് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ ഓരോന്നായിട്ട് പുറത്തുവിടുന്നത്. അതായത് പോസിറ്റീവ് വാർത്തകളുണ്ട്, നെഗറ്റീവ് വാർത്തകളുണ്ട്. ഇപ്പോൾ തിയാഗോ പിറ്റാഴ്സിൻ്റെ കാര്യം, അദ്ദേഹം റയലിന് വേണ്ടി ഡെബ്യൂ ചെയ്യും അധികം വൈകാതെ. ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് ടൈം എന്നാണ് ഡിയാരിയോ AS റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ലോങ് അവൈറ്റഡ് ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തെ കാത്ത് ഇതാ എത്താനായിരിക്കുന്നു. അതുപോലെ മാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം ഡേവിഡ് ഹെമനസിൻ്റെ കാര്യമാണ്. റയൽ മാഡ്രിഡിൻ്റെ 2026-27 പ്ലാനിലേക്ക് താരത്തെ ഉൾപ്പെടുത്തുന്നു. ക്ലബും പ്ലെയറും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഹി കുഡ് റീപ്ലേസ് ഡാനി കർവാഹൽ ഇഫ് ഹി എൻഡ്സ് അപ്പ് ലീവിങ് എന്നാണ്. ഡാനി കർവാഹൽ വിട്ടു പോവുകയാണെങ്കിൽ അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യാൻ ഡേവിഡ് ഹെമനസിനെ കൊണ്ട് സാധിക്കും എന്ന് റയൽ വിശ്വസിക്കുന്നതായിട്ട് മാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. കർവാഹലിൻ്റെ ഡിപ്പാർച്ചർ എന്താകും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഇപ്പോൾ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കർവാഹലും ആർബിലോവയും തമ്മിൽ സംസാരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്. കർവാഹലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കളിക്കണം. കർവാഹൽ ബിക്കമിങ് വറീഡ് ദാറ്റ് ഹി മേ മിസ് സ്പോട്ട് അറ്റ് വേൾഡ് കപ്പ് ഇഫ് ഹി ഈസ് നോട്ട് ബീയിങ് പ്ലേഡ്. ദി പ്ലെയർ ഫീൽസ് റെഡി ടു പ്ലേ. അദ്ദേഹം കളിക്കാൻ തയ്യാറാണ്, റെഡിയാണ്. പക്ഷേ കളിക്കാൻ അവസരം കിട്ടാതിരുന്നാൽ തൻ്റെ വേൾഡ് കപ്പിലെ സ്പോട്ട് തന്നെ നഷ്ടമാകും എന്നൊരാശങ്ക അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ അൽവാരോ ആർബിലോയും ഡാനി കർവാഹലും തമ്മിൽ ഫേസ് ടു ഫേസ് ആയിട്ട് ഒരു മീറ്റിംഗ് നടത്തി വാൽഡോവാസിൽ എന്നാണ് മാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. രണ്ടുപേരും അവരവരുടെ അഭിപ്രായങ്ങൾ പരസ്പരം പങ്കുവച്ചിട്ടുണ്ട്. മീറ്റിംഗ് വളരെ പോസിറ്റീവായിരുന്നു. എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഭാവിയിൽ കാര്യങ്ങൾ ഒരു കോമൺ ഗ്രൗണ്ടിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തിൽ നടത്തിയ മീറ്റിംഗാണ്. മീറ്റിംഗ് പോസിറ്റീവായിരുന്നു എന്ന് മാർക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്ലെയിങ് ടൈമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. പിന്നെ കമവിംഗയുടെ കാര്യത്തിൽ കമവിംഗയെ അടുത്ത സീസണിലേക്ക് നിലനിർത്തുന്നതിൽ അർത്ഥമില്ല എന്ന തരത്തിൽ അൽവാരോ ആർബിലോവ മെസ്സേജ് കൊടുത്തതായിട്ട് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിലെന്ത് തീരുമാനം റയൽ എടുക്കുന്നുള്ളത് കണ്ടറിയണം. ഡേവിഡ് അലാബയുടെ കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ ദേഷ്യത്തിലാണ്, അദ്ദേഹത്തിന് പ്ലെയിങ് ടൈം ലഭിക്കുന്നില്ല. മാർക്ക് തന്നെയാണ് അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഡേവിഡ് അലാബ ഈസ് ഓൾസോ ആംഗ്രി അബൌട്ട് ഹിസ് ലാക്ക് ഓഫ് പ്ലെയിങ് ടൈം. അപ്പോൾ പ്ലെയർക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ അൽവാരോ ആർബിലോവ ഉപയോഗപ്പെടുത്താത്തത് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് കാര്യം മനസ്സിലാകുന്നില്ല എന്നുകൂടി ഇപ്പോൾ മാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ആശങ്കകൾ, അതുപോലെ ആവലാതികൾ, പ്രശ്നങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. റയൽ എന്തായാലും അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ടീമിൽ വലിയ മാറ്റങ്ങൾ വരുത്തും എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ചില പ്രധാന താരങ്ങൾ പുറത്തു പോകാനുള്ള സാധ്യത ഇവിടെ ഉയർന്നു വരികയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.